റിയൽ ഗോട്ടിന്റെ ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് വരാം എന്നാ വീട്ടിൽ കാണണ ഇവിടെ ലൈവ് ഇടണോ? നിങ്ങൾക്ക് എന്ത് ഷെയർ ചെയ്ത് തന്നേ? ഇത് തന്നെ ഇമോർട്ടൽ എന്തോ ഷെയർ സിനിമാറ്റിക് ഫോർമാറ്റ് ഗെയിമർ വെക്ക് സ്റ്റോറി ഡയറക്ഷൻ ഇവന്റെ പേരെങ്ങനെ വായിക്കും? അല്ലല്ലല്ലല്ലല്ലല്ലേ ബസ് നിർത്തടാ ബസ്. ഇത്രയും വലിയൊരു ബസ് സ്റ്റോപ്പ് ഞാൻ കാശ് കൊടുത്ത് ഉണ്ടാക്കി വെച്ചിരുന്നത് ബസ് നിർത്താൻ വേണ്ടിട്ടല്ല. ഇതൊക്കെ കണ്ണു കണ്ടൂടെ? എടാ ഒരു മിനിറ്റ് എടാ സംസാരിക്കല്ലേ. ബസിന്റെ ഡ്രൈവർ ആശായിരുന്നാ? ഓ ഇതെന്റെ ബർത്ത്ഡേ കിട്ട വീഡിയോ ആണോ? അതിന് ഇത്രയും മിഠായി എന്തിനാ? ആരാ ഈ മാമൻ? അടിച്ചു പൊട്ടിച്ച് ചില്ലിൽ വെച്ചിരിക്കടാ. ചത്തല്ലേന്നോ? അല്ല ഫോട്ടോ ഇട്ടിരുന്നു. അവർക്ക് അതിനുള്ള ബുദ്ധിയല്ലേ ഉള്ളു. ആകാശത്തിനടി തപ്പനങ്ങളും കഥകളും ചേർത്ത് പണിത ഒരു നഗരമുണ്ട്. അവിടെ 4 പേര് നിന്ന് 40 പേരുടെ സാമ്രാജ്യം തെറ്റിച്ചു. തലവിറ്റം അധോലോകം. അവിടെ എന്റെ അച്ഛനും കുറേ മാമന്മാരുണ്ട്. അവർ പോകാത്ത സ്ഥലമില്ല, നേരിടാത്ത പ്രശ്നങ്ങളില്ല. അറിയോ അറിയോ തോൽവി എന്താണെന്ന് പോലും എന്റെ വാക്കുമാമ അറിഞ്ഞിട്ടില്ല. അറിയോ എടാ മൊത്തം നിന്നോടാ. അറിയോ തോൽവി എന്താണെന്ന് പോലും അറിയാതിരുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന കുറച്ച് മാമന്മാര് പട്ടാളത്തിൽ പോകേണ്ടി വന്നു. പക്ഷേ കുറച്ച് മാമന്മാരും എന്റെ ബാലച്ചനും പോയില്ല. എന്നെ വാസുമാമിനെ വീട്ടിൽ കാത്തിരുന്ന എല്ലാവരും ഒന്നിച്ചു. അവിടെ എന്റെ വാസുമാമ ഒറ്റയ്ക്കായി. ഞാൻ കരഞ്ഞു. എന്റെ വാസുമാമ കരഞ്ഞില്ല. ഈ നറേഷൻ പറയുന്ന ഏലിയൻസ് ഭാഷയിലായതുകൊണ്ടേ വലിയ ഡീക്കോഡി എടുക്കാൻ കുറച്ച് പാടാണേ.
ഇമ്മോർട്ടൽസ്. ഇനിയൊരു കേമിയസ് ഡയലോഗ് ഉണ്ടെന്ന തിരിച്ചു ചാവും. തോറ്റ് നിർത്തിപ്പോവുകയാണ് വാസു. എല്ലാരും തീർന്നു പറയട്ടെ. അല്ലടാ അവസാനമുണ്ട് ഈ ഡയലോഗിന്റെ ഡയലോഗിന്റെ അവസാനം കേക്ക്. ഇത് അമ്മായിനെ കേൾക്കണേ. കേക്ക് ഡയലോഗിന്റെ അവസാനം കേക്ക്. തോറ്റ് നിർത്തിപ്പോവുകയാണ് വാസു. എല്ലാരും തീർന്നു എന്ന് പറയട്ടെ. അത്രയേ ഉള്ളൂ നീ. പണ്ടാരുടെയും മുന്നിൽ തലകുനിക്കാതെ നെഞ്ചും വിരിച്ച് പൊരുത്തിയ ഒരു വാസമുണ്ട്. പരുന്തു വാസു. കാണൂ നീ ഇപ്പോൾ ഒരു കാര്യം നീ ഓർക്കണം. എന്നെ വിശ്വസിച്ച് കൂടെ ഒരുപാട് പേര് ഇപ്പോഴുണ്ട്, അകത്തും പുറത്തും. അവരോട് നീ എന്ത് പറയും? ഈ ഗ്യാങ് ഇതുവരെ ആക്കാൻ പറ്റുമെങ്കിൽ നിനക്ക് ഒന്നിന്ന് തുടങ്ങാൻ പറ്റും. എഴുന്നേക്കടാ, എഴുന്നേക്ക്. അതൊരു മാസീനായിരുന്നു. അത് നിങ്ങൾ തമാശയാക്കിയല്ലേ? പറഞ്ഞേ തിരിച്ചു കൊണ്ടുവന്നൂടാ. നോക്കട്ടെ. എഴുന്നേക്കടാ, ഇന്നല്ല ഞാൻ പറയുന്നുണ്ട്. എഴുന്നേക്ക്. സൂര്യനാരായണ 4 പേരേ ഉള്ളു അവിടെ. ടി വിയൊക്കെ ഒരു ഇഷ്യൂ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ അത് സിറ്റിക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാലും നമ്മളത് ടി വിയുടെ കൂടെ തന്നെ ഉണ്ടാവും. ജീവിതത്തിൽ എല്ലാവർക്കും ഈ സമയം വരും. കൂടെ നിൽക്കുന്നവർ ആരൊക്കെയാണെന്ന് വിരലിടേണ്ട സമയം അതിനിപ്പം നിനക്കാണ്. അത്രയേ ഉള്ളൂ. പിന്നെ ഇന്നു മുതൽ അയാൾ നിൻ്റെ കൂടെ പരുന്തുവാസിനെ ഡെയിൻ കാലടോ. അണ്ണ എൻ്റെ അടുത്ത് കുറച്ച് പിള്ളേരുണ്ട്, നമ്മൾ വിളിച്ചവന്മാർ വരും. ബ്രാവോ. வாசு நீ தனியா இருக்குன்னு நினைக்கிறியா? இந்த டைம்ல வீரர்கள்லாம் ஒன்று சொல்லுவாங்க, அது என்னன்னு தெரியுமா? ஒத்த பார்த்துக்கலாம் வாடா வாசு, நான் இருக்கேன். കൂടുതലും ബെസ്റ്റ് ഡബ് കോച്ചാണ്. പബ്ജിയുടെ പറഞ്ഞു എനിക്ക് മനസ്സിലായി മനസ്സിലായി. എന്ത് സീനല്ലേ ഇത്? എന്റെ ടെക്സ്റ്റാ. ഹലോ അവന്മാർക്ക് ടി വിയെ കുറിച്ച് വലിയ സംശയമായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, തല്ലിക്കൊന്ന് കെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. പേടിക്കുന്ന ഗ്യാങ്കൂസിക്കാരും അന്ന് എന്നും പീടി വണ്ടിക്കൊള്ളാൻ. ഇത് കിട്ടില്ല വണ്ടി കേട്ടത്.
ചക്കിക്കൊത്ത ചക്കരൻ. വാ ഓഹോ അത് കൊള്ളാലേ. സീരിയലിന്റെ മ്യൂസിക് ബാബുനെ കുറച്ച് ചെറുപ്പമാക്കിയല്ലോടാ. ജെൻസി ബാബുവായി. ജനങ്ങളെ നമ്മളിന്ന് കഴിച്ചുകൂടിയിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട മലയാളിയുടെ പെരുന്നാൾ ആഘോഷിക്കുവാനാണ്. മലയാളിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഇത് ചോട്ടോ ആണോ ബാബു ആണോ? ചോട്ടോ അല്ലേ? മൊബൈലിലാണ് ഇതെല്ലാം ചെയ്യണേ. ഗെയിമിലായാലും പോയി ട്രിപ്പ് ഇട്ടിരിക്കാണോ? ഇന്ന് സൂസന്റെ ബർത്ത്ഡേ കറക്റ്റ്. ഹാപ്പി ബർത്ത്ഡേ സൂസ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു.
എന്താ ബാക്കില് செடி ஏதோ பண்றானுங்க എടാ ഹലോ എടാ ആരെങ്കിലും മെക്ക കെമിനോ കളിക്കണ്ടോ ബാല എടാ കൊള്ളാടാ കിടലടാ നല്ല വീഡിയോ അടിപൊളി അടിപൊളി ഇത് ഫോണിൽ ചെയ്തതാ എടാ ഇത് സിനിമാറ്റിക്സ് മൊത്തം സിനിമാറ്റിക്സ് മൊത്തം പീസിലും ബാക്കിയുള്ള ഫോണില്